അപ്പൊ അഖില ഓ ഇതൊക്കെയുണ്ട് വിശേഷം. സുഖായിരിക്കണു. അത് മനസ്സിലായി. സുഖം അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അഖിലയുടെ നാട് എവിടെയാ? പാലക്കാട്. ഞാൻ പറയാൻ വരാം, നീ പാലക്കാടുള്ളവർക്കൊക്കെ അതാണ് നല്ലൊരു പ്രത്യേകമായ സ്വഭാവം, നല്ല പാലക്കാടൻ സ്വഭാവം. മണമടിക്കുന്നു കേട്ടോ. സ്റ്റീഫൻ ചേട്ടൻ പാലക്കാടാണ്. നമ്മൾ ഒറ്റപ്പാലം. ഏതാ പാട്ട് മോളെ? താഴ്വാര മൺപൂവേ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ അത്. ഞാൻ സന്തോഷം കണ്ടില്ലേ. ചില പാട്ടുകൾ നമ്മള് ഒരു പാടാൻ പറയുമ്പോ അയ്യോ ഇഷ്ടം പോലെ നമുക്ക് പാടണം എന്ന് തോന്നിയല്ലേ എന്ന് പറഞ്ഞതൊരു പാട്ട്. അതാരാ കമ്പോസ് ചെയ്തിരിക്കണല്ലേ? ഇതാ പറയും, മോള് പറയണേ. മ്യൂസിക് ഇളയരാജ സാറ്. വെറുതെ അല്ല. എഴുതിയത് ബിച്ചു തിരുമല സാറ്. പാടിയത് ചിത്രാമ്മയും യേശുദാസ് സാറും. ഇയർ 1993. നാട്ടിൽ പോയിട്ടൊരു സംഭവം ഉണ്ടായി. അയ്യോ ആദ്യമായിട്ടല്ലേ അഖില വർത്താനം പറയണു. അഖില വർത്താനം പറഞ്ഞു. സൈലൻസ്. ഞാൻ നാട്ടിൽ പോയിട്ടൊന്ന് അടുക്കളയിൽ കയറി. ഞാനും ചേച്ചിയോട് നൂഡിൽസ് ഉണ്ടാക്കാൻ നിന്നു. ഞാൻ ഉണ്ടാക്കി. അപ്പോ എന്തൊക്കെയാ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അതില് ചിക്കൻ മസാല എന്ന് പറഞ്ഞ സാധനം ഇട്ടു. പൊടി. അത് ചില അതിന്റെ ഒരു മസാലപ്പൊടി ഉണ്ട് നൂഡിൽസിന്റെ ചെറിയൊരു ഫ്ലേവർ. രസപ്പൊടി എടുത്തിട്ടു. വെറൈറ്റി. പക്ഷെ അത് ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ അത്? എന്നാലും ഞാൻ കഴിച്ചു. അത് കഴിച്ചു. കളയണ്ടേ? ഇതാണ് ആകെ ഒരു ഈ കുട്ടി ഇവിടെ വന്ന ഒരു തമാശയും ഒരു വർഷത്തിന് ശേഷം അല്ല അഖില സംസാരിച്ചു. എന്തേലും ആയിക്കോട്ടെ. അതെ, അടുക്കള എന്നൊരു കാര്യം പറഞ്ഞില്ലേ, നടന്ന സംഭവം പറഞ്ഞു. കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റം സ്റ്റോറി. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓ ചേച്ചിയാണ് രസപ്പൊടി ഇട്ടത്. കാരണമുണ്ട്. ആ ചേച്ചി ഇന്ന് ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് ഇങ്ങനെ അല്ലാണ്ട് ആ ചേച്ചി എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ പറ്റുമോ? ചേച്ചി ചേച്ചി ഹായ് താങ്ക് യു. അല്ല അങ്ങനല്ല, ചേച്ചിക്ക് ഒരു രസം തോന്നിയതാണ്. അതെ, ഒരു രസം. അതെ, ഒരു രസത്തിന് ഇട്ടതാ. അതിനെന്തിനാ ദേഷ്യപ്പെടുന്നത്? അതെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം കൂടെ മോളെ. എന്തായാലും ഫസ്റ്റ് വരുന്ന ആളല്ലേ. ചേച്ചി നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കോ? സംഭവം അവള് ഉണ്ടാക്കി. അപ്പൊ അതില് അവള് എഗ് നൂഡിൽസ് പറഞ്ഞിട്ട് ഉണ്ടാക്കാനാണ് നിന്നത്. അപ്പൊ അതില് മുട്ടയൊക്കെ ഒഴിച്ചിട്ടിട്ട് എന്തൊക്കെയോ ആക്കി. അപ്പൊ ഞാൻ കുറച്ച് മെയിൻ ആവാൻ ചെയ്തതാണ്, പക്ഷെ അത് പാളിപ്പോയി കഴിയുന്നത്. അതാണ് ഈ ചിക്കൻ മസാല പറഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചത്. ശരി, ഒരു പെനാൽറ്റി ഉണ്ട്. 4 പേര് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണം. അത് സന്തോഷമുള്ളൊരു പണിഷ്മെന്റ് ആണ്. ജതിസ്വരലയബന്ധനം ധന്യമീ മോഹമനസുഖബന്ധനം മൗനം പോലും പാടും താനേ നിന്നു തേങ്ങും മൗനം പോലും പാടും താനേ നിന്നു തേങ്ങും സുഖകരമൊരു നൊമ്പരം ആലാപനം തേടും താമനം വാരിടം പൂവേ ആരിരം പാടാം താരിടം തേനേ ആരിരോ വെരി ഗുഡ്. ഇതിപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? മണ്ണും ചാരി നിന്നവ പെണ്ണ് കൊണ്ടുപോകും. നന്നായി രസപ്പൊടി ഇടാൻ തോന്നി, അതുകൊണ്ടല്ലേ ഇപ്പൊ കേട്ടത്. അല്ല ചേച്ചിക്ക് അടുത്ത ഷോയ്ക്ക് വരുവോ? അതെ, അല്ല ഇച്ചിരി വലിയ ആളായി പോയി കാണും. എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അവൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടണം എന്നുള്ളത്. അപ്പോ അവള് കാരണം എനിക്കും ഈ സ്റ്റേജിൽ ഇങ്ങനെ നിന്നിട്ട് MG സാറിന്റെയും റിമി മാമിന്റെയും സ്റ്റീഫൻ സാറിന്റെയും മുമ്പിൽ ഒരു പാട്ട് പാടാൻ പറ്റിയതില് ജീവിതത്തിലെ ഏറ്റവും വലിയ പേരെന്താന്ന് പറഞ്ഞു? അനഘ. ഓ, അഖില അനഘ. അനഘ പാട്ട് പഠിക്കുന്നുണ്ടോ? ആ പാട്ട് പഠിക്കുന്നുണ്ട്. എന്തായാലും മോളെ കലക്കി. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. പഠിക്കണം കേട്ടോ, പാട്ട് ഇനിയും പഠിച്ചോണ്ടിരിക്കുക. എന്നും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.